പോകാം. വിനീത വിജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഇതിപ്പോൾ ഈ 3 മണിക്കൂർ നീണ്ട ചർച്ചയാണ്. ആ ചർച്ച ഇത്രയും നീണ്ടുപോകാൻ കാരണം 3 നേതാക്കളും ഒരു പൊടിക്ക് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിന്നു എന്നതുകൊണ്ടാണ്. ഒടുവിൽ ഹൈക്കമാൻഡ് ഒരു മാനദണ്ഡമാക്കി എടുത്തിരിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? അംഗബലം കൊണ്ടാണെങ്കിൽ അത് കെ സി വേണുഗോപാൽ, ആൾബലം കൊണ്ടാണെങ്കിൽ വി ഡി സതീശൻ, അനുഭവ പരിചയം കൊണ്ടാണെങ്കിൽ അത് രമേശ് ചെന്നിത്തല എന്ന നിലയിലായിരുന്നല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ ദീപാദാസ് മുൻഷി പറയുന്നു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എ കെ ആന്റണി അടക്കമുള്ളവരുടെ അഭിപ്രായം തേടിയിരുന്നു ഹൈക്കമാൻഡ്. അതേപോലെ തന്നെ ഒരു അധികാര വടംവലി സംഭവിക്കുകയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം നിർണായകമാകും എന്നൊക്കെ സൂചനകൾ വന്നിരുന്നു. അതിലേക്കൊക്കെ ഹൈക്കമാൻഡ് കടന്നിരുന്നു. തീർച്ചയായും ജി കെ സൂചിപ്പിച്ചതുപോലെ കൃത്യം 4 മണിയോടുകൂടി ആരംഭിച്ച ഒരു യോഗമായിരുന്നു, ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അത് ഏതാണ്ട് 3 മണിക്കൂറോളം പിന്നിട്ടു. ആദ്യഘട്ടത്തിൽ എല്ലാ നേതാക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു കൂട്ടായ്മയോടുകൂടിയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തതെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിന്റെ പേര് ഒരു നിർദ്ദേശം എന്ന നിലയിൽ മുന്നോട്ട് വെച്ചതായും അറിയാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് ഈ 3 നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കണ്ടു. ഈ വേളയിലാണ് മൂവരും അവരുടെ യോഗ്യതകളും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വലിയ പ്രവർത്തനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. 3 പേരെയും വിലനിർത്തി നോക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് MLA-മാർ നൽകുന്ന ഒരു പിന്തുണ അത് തന്നെയാണ് എല്ലാ തവണയും പരിഗണിക്കുന്നത്. അത് ഇത്തവണ പരിഗണിക്കണം, അത് ഒഴിവാക്കരുതെന്നൊരു ആവശ്യമാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് വെച്ചത്. അത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞതായി എന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് ഈ ഘട്ടത്തിൽ കെ സിക്കാണ്. ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യം മാനദണ്ഡമാക്കുകയാണെങ്കിൽ നറുക്ക് കെ സിക്ക് തന്നെയായിരിക്കും വീഴുക. പക്ഷേ അതേസമയം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് അദ്ദേഹം അവസാന നിമിഷവും അദ്ദേഹത്തിന്റെ ആ നിലപാട് കടുംപിടുത്തത്തിൽ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം RC-യെ സംബന്ധിച്ചിടത്തോളം, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി പരിഗണിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് സതീഷിന് ആ സ്ഥാനം നൽകുകയൊക്കെ ചെയ്തു. അന്ന് തനിക്കുണ്ടായ വിയോജിപ്പും അത് തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള ചില വിവരങ്ങളൊക്കെയാണ് ലഭ്യമാവുന്നത്. ഇങ്ങനെ മൂവരും യോഗ്യരല്ലേ എന്ന് ചോദിച്ചാൽ 3 പേരും യോഗ്യരാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഈ യോഗ്യതയിൽ ഏതാണ് മാനദണ്ഡമാവുക അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ദീപാദാസ് മുൻഷി അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. ഏതാണെങ്കിലും പ്രഖ്യാപനം എന്നുണ്ടാകും എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അത് ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉടനുണ്ടാകുമോ, 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ 23 വരെ സാവകാശമുണ്ടല്ലോ എന്നായിരുന്നു മറുപടി. ഏതാണെങ്കിലും നേതാക്കൾ യോഗം കഴിഞ്ഞ് കേരള ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല നാളെ ഉച്ചയോടുകൂടി തിരികെ കേരളത്തിലേക്ക് മടങ്ങിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. കേരള ഹൗസിൽ നിന്ന് അത്തരം ചില സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. ഏതാണെങ്കിലും രമേശ് ചെന്നിത്തല കുറച്ചു മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നാളെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ പാർട്ടൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ നാളെ രാവിലെ മടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വി ഡി സതീശനും ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ വിനീത, ഞാൻ ബൽറാമിലേക്ക് ഒന്ന് പോട്ടെ. ബൽറാം, ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ടൈം ഫ്രെയിം ഇല്ല എന്നതാണ് സത്യത്തിൽ നമുക്കുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയാം. കാരണം 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നാണ്. എപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ, അതോ ഇന്ന് രാത്രി വൈകിയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണമോ ഈ പ്രഖ്യാപനത്തെ? ഡൽഹിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമോ ബൽറാം? ഈ ചർച്ചകൾ അല്ലെങ്കിൽ തീരുമാനം ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗമാണ് ഇന്ന് നടന്നത്. ആ ഒരു യോഗത്തിലും തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 നേതാക്കളായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ദീപദാസ് മുൻഷി മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം നീണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ നേതാക്കൾ മടങ്ങുകയാണ്. വി ഡി സതീശനും സണ്ണി ജോസഫും
തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങും. രമേശ് ചെന്നിത്തല നാളെ രാവിലെ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ നേതാക്കൾ തമ്മിൽ ഇന്ന് നടത്തിയ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഒറ്റക്കെട്ടായി ഈ 3 നേതാക്കളും AICC നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തെരുവിലുള്ള പരസ്യമായ വെല്ലുവിളികൾ, പരസ്പരം ചെളിവാരിയലുകൾ, ബോർഡുകൾ, ഫ്ലക്സുകൾ, മുദ്രാവാക്യം വിളികൾ എന്നിവ നിർത്തണം എന്നുള്ള ഒരു ആഹ്വാനം ഒന്നിച്ച് നൽകിയിരിക്കുന്നു. അനുകൂലമായ പ്രതികരണവും കേരളത്തിൽ നിന്ന് മിനിറ്റുകൾക്കകം തന്നെ ഉണ്ടാകുന്നു. അതാണ് പോസിറ്റീവായി ഈ യോഗത്തിൽ വന്നിരിക്കുന്ന ഒരു തീരുമാനം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഇനിയും എത്തേണ്ടതുണ്ട്. ഇന്ന് ഒറ്റയ്ക്കും ഒന്നിച്ചും തങ്ങളുടെ നിലപാടുകൾ, തങ്ങൾക്ക് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അവകാശവാദം, അത് നേതാക്കൾ 3 പേരും തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ആ ഒരു തീരുമാനം എന്ത് എന്നുള്ള കാര്യം ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. സസ്പെൻസ് വല്ലാത്തൊരു സസ്പെൻസ് ആണ് ബൽറാം നെടുങ്ങാടി. കാരണം ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു തീരുമാനത്തിലേക്കോ ആ തീരുമാനം എത്തിയതിന്റെ സൂചനയിലേക്കോ കടക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരുപക്ഷെ അതിന്റെ അർത്ഥം. 3 നേതാക്കളും ഒരുപോലെ പിടിവാശിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇനിയും ഒരുപക്ഷെ മറ്റു ചില ആശയവിനിമയങ്ങൾ കൂടി, നിർണായകമായ ആശയവിനിമയങ്ങൾ കൂടി നടത്തേണ്ടി വരും എന്നുകൂടിയാകാം. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ തീരുമാനം അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകാൻ വൈകും. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ചിലപ്പോൾ കുറച്ചുകൂടി നീണ്ടേക്കും, കുറച്ചുകൂടി നീളും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ അഭ്യൂഹങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ശരീരഭാഷ എന്ന ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് VD സതീശൻ വളരെ സന്തുഷ്ടവാനും സന്തോഷപ്രിയനുമൊക്കെയായി കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ അന്തിമമായ തീരുമാനത്തിന്റെ റിഫ്ലക്ഷൻസ് ആണോ എന്ന് നമുക്ക് പറയാനും കഴിയില്ല. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരങ്ങളായിരുന്നു. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനമായിട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.